അഖില കേരള ധീവര സഭയുടെ സ്വർണ്ണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ധീവര സഭയ്ക്ക് ഇത് അഭിമാന നിമിഷമാണെന്ന് ജനറൽ സെക്രട്ടറി വി ദിനകരൻ പ്രതികരിച്ചു. ധീവര സഭയുടെ പരിപാടിയിൽ സംസ്ഥാന മന്ത്രിമാർ പോലും പങ്കെടുക്കാൻ വിസമ്മതിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നേരിട്ട് എത്തുന്നതെന്നും ദിനകരൻ ജനം ടിവിയോട് പ്രതികരിച്ചു. അരുൺ കൊടുങ്ങൂരിന്റെ റിപ്പോർട്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലേക്ക് എത്താൻ ഇനിയും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ആദ്യം പങ്കെടുക്കുന്നത് ധീവര സഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക. മറൈൻ ഡ്രൈവിലാണ് ഈ സമ്മേളനം നടക്കുക. ഇവിടെ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ധീവര സഭയുടെ സംസ്ഥാന നേതാക്കൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവിനായുള്ള ഒരു കാത്തിരിപ്പല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാന നിമിഷമാണ്. കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഞങ്ങളുടെ സുവർണ ജൂബിലി സമ്മേളനത്തിൽ വരികയെന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനിക്കാവുന്നൊരു കാര്യമാണ്. എല്ലാ ഒരുക്കങ്ങളും ഞങ്ങൾ ചെയ്ത് അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 2 പ്രാവശ്യം തൃശ്ശൂർ വെച്ചും തിരുവനന്തപുരത്ത് വെച്ചും അദ്ദേഹത്തെ കണ്ട് സംസാരിച്ചിരുന്നു. ഞങ്ങളുടേതായ ചില പ്രശ്നങ്ങൾ ആദരണീയനായ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി. വളരെ അനുഭാവപൂർവമായ ഒരു സമീപനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഏറ്റവും അവസാനം കഴിഞ്ഞ ജനുവരി 23 തിരുവനന്തപുരത്ത് വെച്ച് ഞങ്ങൾ കണ്ട അവസരത്തിലാണ് ഞങ്ങൾ അദ്ദേഹത്തെ സമ്മേളനത്തിലേക്ക് ക്ഷണിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നി. കാരണം ഒരു മടിയും കൂടാതെ അദ്ദേഹം വരാൻ പരമാവധി ശ്രമിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വരികയത്. അദ്ദേഹം ആ വാക്ക് പാലിച്ച് ഞങ്ങളുടെ സമ്മേളനത്തിലേക്ക് വരികയാണ്. കേരളത്തിലെ ധീവര സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാന നിമിഷം തന്നെയാണ്. കാരണം സംസ്ഥാനത്തിലൊരു മന്ത്രിയെ ഒരു സമ്മേളനത്തിൽ കിട്ടാൻ പ്രയാസപ്പെടുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ഞങ്ങളുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. പ്രധാനമന്ത്രിയിൽ നിന്ന് പലതും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനനുസൃതമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ വരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ 25 ലക്ഷം വരുന്ന ധീവര സമുദായം, 48 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ നിർണായക സ്വാധീനമുള്ളൊരു ജനസമൂഹം. ആ ജനസമൂഹത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരണാധികാരികളും അവഗണിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ആദരണീയനായ പ്രധാനമന്ത്രി ഞങ്ങളെ സമാപന സമ്മേളനത്തിലേക്ക് വരുന്നത്. എന്തായാലും ഈ ഒരു സമ്മേളനം ചരിത്ര സംഭവമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ധീവര സഭയുള്ളത്. എന്തായാലും അഭിമാന നിമിഷമാണ് ധീവര സഭയ്ക്ക് ഈ ഒരു സമ്മേളനം. അതുകൊണ്ട് തന്നെ പരമാവധി ആളുകളെ എത്തിച്ചുകൊണ്ടൊരു വൻ വിജയമാക്കി ഒരു ചരിത്രമാക്കാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഇവിടെ കൊച്ചി മറൈൻ ഡ്രൈവിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.